ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഡിയർ എൻ്റെ സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും വരുന്ന ആ യേശു ക്രിസ്തുവിൻ്റെ മാത്രം ഞാൻ വന്ദനം അറിയിക്കുന്നു. മഹത്വം മുഴുവൻ എൻ്റെ യേശുവിന് മാത്രം കൊടുക്കുന്നു. ആമേൻ. സ്തോത്രം. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു വചനവുമായിട്ട് നിങ്ങളുടെ എല്ലാം മുമ്പിലായിരിക്കാനായിട്ട് കർത്താവ് എനിക്ക് ഒരു കൃപ തന്നു. അതിനായി സ്തോത്രം ചെയ്യുന്നു, മഹത്വം കൊടുക്കുന്നു. സ്തോത്രം, നന്ദി. അപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ളൊരു ചെറിയൊരു കാര്യമുള്ളൂ. ഇത്രയുള്ളൂ. നമ്മുടെ നോട്ടം ക്രിസ്തുവിലായിരിക്കുക. നമ്മുടെ നോട്ടം, യഥാർത്ഥ നോട്ടം, നമ്മൾ യേശു സ്വർഗത്തിലോട്ട് നമ്മുടെ നോട്ടം. അപ്പോൾ 1 കൊരിന്ത്യർ 3:16 പ്രകാരം പറയുന്നത് സ്വർഗം നമ്മുടെ ഹൃദയമാണ്. അപ്പോൾ ഈ സ്വർഗത്തിലോട്ടാണ് നമ്മൾ നോട്ടമെങ്കിൽ അതിലോട്ട് നോക്കിയവരാരും വചനം പറയുന്നത് എങ്കിലേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയതില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനത്തെ ഒരു ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ ഒരു ചെറിയൊരു കഞ്ഞിവെപ്പുകാരനെ നോക്കാൻ വന്ന ഒരു ശത്രുവായ ഒരു വ്യക്തി. അപ്പോൾ ആ ബൈബിളിൽ ഇന്നുള്ളതിൽ ഏറ്റവും നല്ല ഈടുറ്റ 14 ലേഖനങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ആ വ്യക്തി അന്നത്തെ കാലത്ത് ഈ വിശ്വാസികൾക്ക് മുഴുവൻ ഒരു ശത്രുതയായിട്ട് നടന്നിരുന്ന ആളാണ്. അപ്പോൾ ആ വ്യക്തിയുടെ നോട്ടം ഒരു ചെറിയ അടുക്കളക്കാരനിലോട്ട് നോക്കി. അപ്പോൾ അയാളുടെ ഒരു അവസ്ഥ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വചനവുമായിട്ട് നിങ്ങളോടുകൂടെ കൂടിയിരിക്കുന്നത്. സ്തോത്രം. കർത്താവിന് മഹത്വം കൊടുക്കുന്നു. അപ്പോൾ ഇതിനുള്ളത് നമ്മുടെ അപ്പോസ്തല പ്രവൃത്തി എനിക്ക് തോന്നുന്നു 7-ലാണെന്ന് തോന്നുന്നു. 7-ലുണ്ടായിരുന്ന ദിവസം ഒരു കഞ്ഞിവെപ്പുകാരൻ, കറിവെപ്പ് അല്ലെങ്കിൽ കഞ്ഞി വെക്കുന്ന, ഭക്ഷണം വിളമ്പുന്ന, മേശമേൽ വിളമ്പുന്ന 1-2 ആൾക്കാർ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി. അപ്പോൾ അവർ ശുശ്രൂഷകരാണ്. അപ്പോൾ അവൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അവൻ്റെ ശുശ്രൂഷ അടുക്കളയിലായിരുന്നു, അല്ലെങ്കിൽ മേശപ്പുറത്തായിരുന്നു. മേശമേൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവൻ മേശമേൽ ശുശ്രൂഷിക്കുമ്പോഴും അവന് കണ്ണുണ്ടോ, കൈയുണ്ടോ, കാലുണ്ടോ എന്ന് നമ്മൾ കാണുന്നില്ല. അതിനൊന്നും കുറവില്ല. പക്ഷെ എങ്കിലും അവൻ്റെ ദൈവവുമായിട്ട് അവൻ്റെ ഇടപാടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് അവനൊരിക്കലും വിട്ടുമാറിയിട്ടില്ല. അപ്പോൾ അതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളവിടെ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 7-ലാണ്. അപ്പോൾ അവിടെ ഒരവസരത്തിൽ ഈ സ്റ്റെഫാനോസ് എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് ഒരു സാക്ഷ്യം പറയാനായിട്ടുള്ളൊരു അവസരം കിട്ടി. അവിടെ നമ്മൾ കാണുന്നത് യഹൂദന്മാരുടെ മുമ്പിൽ നിന്ന് അവൻ സാക്ഷ്യവചനം മുഴുവനും പറയുന്നുണ്ട്. ഉൽപ്പത്തി മുതൽ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് അബ്രഹാം പിതാവിൻ്റെ കാലം പോലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കറക്റ്റായിട്ട് ഒരു പുള്ളിയോ മാറ്റമില്ലാതെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വചനം. അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇത് കേട്ടുകൊണ്ടിരുന്ന യഹൂദന്മാർക്ക് കോപം ജ്വലിച്ചു. അവരെന്ന് വെച്ചാൽ അവരിതുവരെയും കേട്ടിട്ടില്ല. അവരുടെ കാര്യം തന്നെയാണ്, അവരുടെ പിതാക്കന്മാരുടെ കാര്യമാണ് പറയുന്നതെങ്കിലും അവരിതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. പക്ഷെ യഥാർത്ഥ സത്യം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. ഈ സത്യവചനം ആര് പറയുന്നു അവിടെ എതിർപ്പുകളുണ്ടാവും. അപ്പോൾ ഈ സത്യവചനം പറയുമ്പോൾ പിശാച് ഒരുപാട് എതിർപ്പുകൾ കൊണ്ടുവരും, അതിനെ തകർക്കാനുള്ള പരിപാടികൾ നോക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് സ്റ്റെഫാനോസ് സത്യവചനം പറഞ്ഞുകൊണ്ടിരുന്നു. യഹൂദന്മാർ മുഴുവൻ ശ്രദ്ധ വെച്ചത് കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേന് ചില പോയിന്റുകളൊക്കെ വരുമ്പോഴത്തേന് യഹൂദന്മാർക്ക് സഹിക്കാൻ പറ്റാതെയായി. അപ്പോൾ നമ്മളവിടെ കാണുന്നത് അവർ കല്ലെറിഞ്ഞു. അവരുടെ സാധാരണ ആ രീതി പോലെ അവർ കല്ലെറിഞ്ഞ് അവനെ തുരത്താൻ നോക്കി. പക്ഷേ യഹൂദന്മാരെ ഒരിക്കലും കല്ലെറിഞ്ഞ് ഓടിച്ചു കളയാനല്ല നോക്കുന്നത്, എറിഞ്ഞ് കൊല്ലുന്ന ആൾക്കാരാണ് അവർ. കല്ലെടുത്തു കഴിഞ്ഞാൽ അവർ എറിഞ്ഞ് കൊല്ലുന്നത് വരെ എറിയും. അപ്പോൾ അതുപോലെ നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഈ സ്റ്റെഫാനോസ് യഥാർത്ഥ സത്യവചനം പറഞ്ഞപ്പോഴത്തേന് ഈ സത്യവചനം കേട്ട ആ പിശാച് പിടിച്ചവർക്ക് അവരുടെ കോപം ഇളകി, അവരിലൂടെ പിശാച് ഇളകി ഒരുപാട് ആൾക്കാരെ ഇളക്കി, സ്റ്റെഫാനോസിനെതിരായിട്ട് ഇളക്കി.
അങ്ങനെ ഈ സുവിശേഷത്തിനെതിരെയുള്ള ആ ഒരു എതിർ പ്രവൃത്തികൾ അവിടെ നിന്ന് തുടങ്ങി. നമ്മളവിടെ കാണുന്ന ആ വന്നിരുന്ന ആൾക്കാർ മുഴുവനും കൂടി എറിഞ്ഞ് ഈ സ്റ്റീഫനെ വീഴ്ത്തി അവിടെ വീണ്. എനിക്ക് നമ്മൾ അവിടെ കാണുന്നത് അവിടെ കിടന്ന് മരിച്ചു, ഏറുകൊണ്ട് ആ സ്റ്റെഫാനോസ് മരിച്ചു. അവിടെ നമ്മൾ കാണുന്നത് സ്റ്റെഫാനോസ് മരിച്ചെങ്കിൽ, പക്ഷെ ആ മരിക്കുന്ന നേരത്ത് സ്റ്റീഫൻ ആ സ്വർഗത്തിലോട്ട് നോക്കി. 1 കൊരിന്ത്യർ 3:16 അവൻ നോക്കിയപ്പോഴത് അവിടെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഇന്നത്തെ ദൈവദാസന്മാർ പോലും കണ്ടിട്ടില്ലാത്ത കാര്യം അവിടെ നമ്മൾ കാണുന്നത്. അതായത് സ്റ്റെഫാനോസ് കാണുന്നത്, സ്വർഗത്തിലോട്ട് നോക്കുമ്പോഴത്തേന് കാണുന്നത് ആ സ്വർഗം അവിടെ അല്ല, സ്വർഗം എഴുന്നേറ്റ് നിൽക്കുന്നു. സ്വർഗം എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്നു. പുത്രൻ പിതാവിൻ്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് കൊടുക്കുന്ന പോലെ. എന്നുവെച്ചാൽ സ്റ്റീഫനെ അതുപോലെ വെൽക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു അടുക്കളക്കാരൻ്റെ ശുശ്രൂഷ സ്വർഗം അത് ഇഷ്ടപ്പെട്ടു, സ്വർഗത്തിന് ഇഷ്ടപ്പെട്ടു. ഇത്ര നല്ല വചനം, ഇവൻ ഇതുപോലൊരു വചനം പറയുന്നു, ഇതാരാ? അപ്പോൾ ആ ആള് ഭൂമിയിൽ വന്നപ്പോൾ ഈ നാട്ടുകാരെല്ലാവരും ആ പറഞ്ഞവർ തന്നെയാണ് ഈ എഴുന്നേറ്റ് നിൽക്കുന്നത്, കല്ലെറിയുന്നവർ. അവർ പറയുന്നുണ്ട്, ഇവനീ ജ്ഞാനം എവിടെ നിന്ന് എന്ന് യേശു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അവിടെ നമ്മൾ കാണുന്നത് ഈ അടുക്കളക്കാരൻ നിന്ന് വചനം പറയുമ്പോഴത്തേന് സ്വർഗം എഴുന്നേറ്റ് നിൽക്കുന്നു. പിതാവിൻ്റെ വലതുഭാഗത്ത് ദൈവപുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്നതും ഈ സ്റ്റെഫാനോസ് കാണുന്നു. സ്തോത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ശുശ്രൂഷയിൽ വേണ്ടത്. നമ്മൾ കർത്താവിനെ കാണണം. ഞാനിപ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്, വചനം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിലും ഞാൻ എൻ്റെ ഉൾക്കണ്ണുകളിൽ ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിച്ച് നിങ്ങളുടെ അകത്തെ വിളിയുള്ള ആശ ഇന്നതൊന്ന് തിരിച്ചറിയണം. സ്തോത്രം. അപ്പം നമ്മുടെ അകത്തുള്ള 1 കൊരിന്ത്യർ 3:16 പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആ മന്ദിരത്തിലോട്ട് നമ്മൾ നോക്കണം. ഈ മന്ദിരത്തിൽ നമ്മുടെ യേശുവുണ്ട്. അപ്പോൾ ഈ കോടാനുകോടി ഗ്രഹങ്ങളെ, ഗാലക്സിയൊക്കെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഈ ദൈവം ഇന്ന് ചുരുങ്ങി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഈ തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മുടെ അകക്കണ്ണ് നമുക്കൊന്ന് തുറക്കണം. അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ അകത്തെ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണം. പുറത്തെ ദൃഷ്ടിയല്ല. പുറത്തെ ദൃഷ്ടി കൊണ്ട് കുറേ ലോകം കാണാൻ പറ്റും. പക്ഷെ അകത്തെ ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ ഈ വചനത്തിലെ ഉൾക്കാമ്പുകൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആ സ്റ്റീഫൻ ആ കല്ലെറിഞ്ഞ് കൊല്ലുന്ന അവസ്ഥയിലും സ്വർഗത്തിലോട്ട് നോക്കിയപ്പോഴത്തേനും അവൻ്റെ ഉൾക്കണ്ണ് തുറന്നു അവൻ യേശുവിനെ കാണുന്നു. സ്തോത്രം. അവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം കാണേണ്ടത് എന്നുവെച്ചാൽ ഈ എറിഞ്ഞ് കൊല്ലുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും ചെരുപ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു യുവാവുണ്ട്. സ്തോത്രം. അപ്പോൾ അതാണ് അന്നത്തെ ശൗൽ, ഇന്നത്തെ പൗലോസ് അപ്പോസ്തലൻ. സ്വർഗം വരെ പോയി തിരിച്ചു വന്ന് ജീവനോടെ വന്ന ഒരേ ഒരാൾ, ഒരു മനുഷ്യൻ, അതാണ് പൗലോസ്. അപ്പോൾ ആ പൗലോസ് അന്ന് ഈ എറിഞ്ഞു കൊല്ലുന്നവരുടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന ജോലിയായിരുന്നു. സുവിശേഷകരെ എറിയുന്ന ആൾക്കാരുടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആ പൗലോസ് ഒരു നോട്ടം നോക്കി. അതാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. നമ്മുടെ നോട്ടം എവിടെ ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അവിടെ നമ്മൾ കാണുന്നത് ഈ സ്റ്റീഫൻ സ്വർഗത്തിലോട്ട് നോക്കിയപ്പോൾ പൗലോസിനൊരു കാര്യം മനസ്സിലായി. എന്ന് വെച്ചാൽ ഈ ഏറുകൊണ്ട് മരിക്കുമ്പോഴും അവൻ്റെ മുഖത്തിനൊരു വ്യത്യാസമില്ല. അവന് ഭയങ്കര ആവേശവും ആഹ്ലാദം. എന്ന് വെച്ചാൽ അവന് മരണത്തെക്കുറിച്ചൊരു ഭയമുള്ളതായിട്ട് തോന്നുന്നില്ല. ഇത്ര വലിയ കല്ല് വെച്ചെറിയുമ്പോഴൊന്നും അവനൊരു ഭയമില്ല. എന്ന് വെച്ചാൽ അത് പൗലോസ് നോക്കുമ്പോഴത്തേന് പൗലോസ് കാണുന്ന ഒരു കാര്യമുണ്ട്. സ്റ്റീഫൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ പൗലോസ് ഈ സ്റ്റെഫാനോസിൻ്റെ മുഖത്തെ ആ തിളക്കം കണ്ടു. അപ്പോൾ തിളക്കം കണ്ടപ്പോൾ പൗലോസിന് മനസ്സിലായി ഇവൻ എന്തോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയപ്പോഴത്തേനാണ് നമ്മൾ കാണുന്നത് ഈ സ്റ്റെഫാനോസ് കാണുന്നത് ഈ ശൗലും കാണുന്നുണ്ട്. എന്നുവെച്ചാൽ സ്റ്റെഫാനോസ് സ്വർഗത്തിലോട്ട് നോക്കി
ദൈവപുത്രൻ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നത് കാണുന്നു ശുശ്രൂഷയിൽ. അപ്പം ഇത് ശൗല് കാണുന്നു. അപ്പോൾ സ്റ്റെഫാനോസിൻ്റെ മുഖത്തോട്ട് നോക്കുന്ന ശൗല് ഇതാണ് കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് നമ്മളെ കാണുന്നവർ ഇത് കാണണം. ഇപ്പോൾ വചനം പറയുന്നത് ക്രിസ്തു യേശുവിലുള്ള ഈ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, എന്തും ആയിക്കോട്ടെ, നിങ്ങളെ നോക്കുന്നവർ യേശുവിനെ കാണും. ഇപ്പോൾ നമ്മൾ ഒരാൾ കാണുമ്പോഴത്തേന് നമ്മൾ പറയണം, അടുത്തുള്ളവർ പറയണം, അവർ ആ പോകുന്ന വ്യക്തി യേശുവിനെ പോലെ, അല്ലെങ്കിൽ അത് യേശുവിൻ്റെ സ്വഭാവമാണ് എന്ന് പറയാൻ നാളെ ഒരാൾ വേണം. അപ്പോൾ അതിനു വേണ്ടിയാണ്, അതാണ് നമ്മളിവിടെ കാണുന്നത്. ആ എറിഞ്ഞു കൊല്ലുന്ന ആ യഹൂദന്മാരുടെ നടുവിൽ നിൽക്കുമ്പോഴും ആ മുഖം നോക്കുന്ന ശൗല് കാണുന്നത് ആ സ്റ്റീഫൻ്റെ മുഖത്തുള്ള ആ തിളക്കം. ആ തിളക്കം എവിടെ നിന്ന് വന്നെന്ന് ശൗല് അത് കാണുമ്പോഴത്തേന്, അതാണ് ശൗല് നിങ്ങളിലുള്ളവൻ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ, അത് ആ സ്റ്റീഫൻ നോക്കുന്നത് സ്വർഗത്തിലോട്ടാണ്. അപ്പോൾ ആ സ്റ്റീഫൻ്റെ ആ കണ്ണ് കാണുന്ന ആ സ്വർഗം ആ ശൗലും കാണുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് ആ ശൗല് ആ സ്വർഗം കണ്ടു. അതുകൊണ്ടല്ലേ അവിടെ നിന്ന് അത്രയും പേരുടെ ചെരുപ്പ് സൂക്ഷിച്ചുകൊണ്ടിരുന്ന ആ ശൗല് പിന്നീട് ഈടുറ്റ 14 ലേഖനങ്ങൾ ബൈബിള് എഴുതി തീർക്കാനായിട്ട് വഴിയൊരുക്കി. സ്തോത്രം, ഹല്ലേലൂയ. ഫിലിപ്പിയ സഭ, ഫീക്കോ, എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, അങ്ങനെ പല കോഫി, ഫീ കോഫി എന്ന് ഞാൻ പറയാറുണ്ട്. എഫേസ്യർ ലേഖനം, ഫിലോമൻ എഴുതിയ ലേഖനം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, പിന്നെ ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയത്, അങ്ങനെ ഈടുറ്റ 14 ലേഖനങ്ങൾ. ഈ ജയിലിനകത്ത് കിടക്കുമ്പോഴും മലവും മൂത്രവും ഒഴുകി വരുന്ന ജയിൽപ്പാളികളുടെ ഉള്ളിൽ കിടക്കുമ്പോഴും ആ തണുത്ത് വിറച്ച തറയിൽ കിടക്കുന്ന സമയത്തും ആ പൗലോസ് അപ്പോസ്തലൻ അവിടെ കിടന്നുകൊണ്ട് എഴുതുന്നതാണ് ഫിലിപ്പിയ സഭയ്ക്ക്, നിങ്ങളൊന്ന് സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. സ്തോത്രം. അപ്പോൾ ഈ ഒരു ആവേശം എവിടെ നിന്ന് കിട്ടി? അപ്പോൾ അന്ന് അവൻ എറിഞ്ഞ് കൊല്ലുന്ന ആ സ്റ്റീഫനെ നോക്കുമ്പോഴത്തേന് അവൻ്റെ കണ്ണ് കാണുന്നത് ഈ ശൗൽ അല്ലെങ്കിൽ ഈ പൗലോസ് അപ്പോസ്തലൻ കാണുകയും, അവൻ നോക്കുന്ന സ്വർഗം ഇവൻ കാണുന്നു. നമ്മളിലൂടെ ഇത് മറ്റുള്ളവർ കാണണം. ഇപ്പോൾ നമ്മളിലൂടെ, ഇപ്പോൾ എന്നിലൂടെ എന്നെ കാണുന്ന പലരുണ്ട്. 1, 2, 10 പേര് ചിലപ്പോൾ കാണുന്നവരെ ഉണ്ടായിരിക്കും എൻ്റെ ഈ വചന സംഭാഷണം എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അവരിൽ ഒരാളെങ്കിലും യേശുവിനെ ഒന്ന് അറിയണം, തിരിച്ചറിയണം. എനിക്ക് അത്രയേ ഉള്ളൂ. സ്തോത്രം. അല്ലാതെ എനിക്കിതുകൊണ്ട് ഒരു കോടികൾ ഉണ്ടാക്കാനോ വലിയ വ്യൂസ് കൂട്ടാനോ ഒന്നുമല്ല. സ്തോത്രം. നമ്മളെ കാണുന്നവർ യേശുവിനെ കാണണം. അതാ വചനം പറയുന്നത്. ആ തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിലാണെന്ന് തോന്നുന്നു, ക്രിസ്തു യേശുവിലുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മളെ കാണുന്നവർ യേശുവിനെ കാണാൻ വഴിയൊരുക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ പ്രവർത്തിക്കുക. ഗോ ആൻഡ് സ്പെൽ, പോവുക, സുവിശേഷം പറയുക. ഏറ്റവും നന്നായിട്ട് സുവിശേഷം പരിശുദ്ധാത്മാവ് നമുക്ക് തരും. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അതുപോലെ പറയുക, മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക. അത്രയേ ഉള്ളൂ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡ്യൂട്ടിയാണ്. നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. സ്തോത്രം. ആ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന വാക്ക് ഞാനും കടമെടുക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന എനിക്കും ഡെന്നീസിനും ഇത് ദൈവശക്തിയാണ്. സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ അത്ഭുതമാവും. ഞാൻ കാഴ്ച കാണുന്നവനായിട്ട് നിങ്ങളുടെ എല്ലാം മുമ്പിൽ ഞാൻ വരും, ഞാൻ നിൽക്കും, സാക്ഷ്യം പറയും, അത്ഭുതമാക്കും. അപ്പോൾ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോ ആൻഡ് സ്പെൽ, പോവുക, നമുക്ക് സുവിശേഷം പറയാം. മഹത്വം യേശുവിന് മാത്രം കൊടുക്കാം. യേശു നാം തന്നെ. ആമേൻ. സ്തോത്രം.